ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കർണാടകയിൽ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ HIV ടെസ്റ്റ് നിർബന്ധമാക്കിയ വാർത്ത ഇതിനോടകം തന്നെ നിങ്ങൾ എല്ലാവരും വാർത്താ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ആശങ്കപ്പെടാനുള്ള സാഹചര്യം നമുക്ക് മലയാളികൾക്കുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് നിരവധി വിദ്യാർത്ഥികൾ മംഗലാപുരത്തൊക്കെ പോയി ഉപരിപഠനം നടത്തുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളവും ഈ ഒരു വിഷയത്തിനകത്ത് ഒട്ടും പിന്നിലല്ല. എന്തായാലും നമുക്ക് കർണാടകയിൽ നിന്ന് വന്ന ആ വാർത്ത ഒന്ന് കണ്ടു നോക്കാം. അതിനുശേഷം നമുക്ക് കേരളത്തിലേക്ക് വരാം. ബിജു, രാജ്യത്ത് ആദ്യമായാണ് കോളേജ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ഒരു HIV ടെസ്റ്റ് ഒരു സംസ്ഥാന സർക്കാർ നിർബന്ധമാക്കുന്നത്. അതായത് നോ യുവർ HIV സ്റ്റാറ്റസ് എന്ന പേരിൽ ഒരു ആപ്പ് തയ്യാറാക്കി അതിലൊക്കെയായിരിക്കും വിദ്യാർത്ഥികളുടെ HIV പരിശോധന നടത്തുന്നത്. ഇതിനുള്ള പ്രധാന കാരണം ഇങ്ങനെയാണ്. അതായത് ഈ അടുത്തിടെ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷന്റെ ഒരു കണക്കുകൾ പുറത്തു വന്നിരുന്നു. കർണാടകയിലാകെ 2.6 ലക്ഷം HIV ബാധിതരുണ്ടെന്നാണ് നാക്കോ പുറത്തുവിട്ടുള്ള കണക്കുകൾ പറയുന്നത്. ഇതിൽ തന്നെ 18-നും 25-നും ഇടയിൽ പ്രായമുള്ള 7000 രോഗബാധിതർ സംസ്ഥാനത്തുണ്ട്. മാത്രമല്ല 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവരിൽ രോഗം ബാധിക്കുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനയുണ്ട്. 2023-24 കാലഘട്ടത്തിൽ 44,500 പേർക്കാണ് രോഗം ബാധിച്ചതെങ്കിൽ കഴിഞ്ഞ വർഷം, അതായത് 2025-26 ആയപ്പോൾ അത് 66,000 രോഗബാധിതരുടെ എണ്ണം ഉയർന്നു. അതുകൊണ്ട് തന്നെ യുവാക്കൾക്കിടയിൽ ഇത്തരത്തിലുള്ള രോഗം വർദ്ധിക്കുന്നതിന്റെ സാഹചര്യത്തിലാണ് ഈ ഒരു പരിശോധനയുമായി സർക്കാർ മുന്നോട്ട് ഇറങ്ങുന്നത്. സോ ഇതാണ് കർണാടകയിൽ നിന്ന് വന്നിരിക്കുന്ന വാർത്ത. അതായത് യുവാക്കൾക്കിടയിൽ 18 മുതൽ 25 വയസ്സ് 30 വയസ്സിനിടയിലുള്ള യുവാക്കൾക്കിടയിലാണ് HIV എന്ന് പറയുന്ന രോഗം കൂടുതലായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഡ്രഗ്സ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരാൾ കുത്തിവെച്ച് അതേ സിറിഞ്ച് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാൾ ലഹരി കുത്തിവെക്കും, അത് മറ്റൊരാൾ യൂസ് ചെയ്യും. അങ്ങനെ ഓരോരുത്തരും മാറി മാറി യൂസ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ഇപ്പൊ ഈ അടുത്ത് തന്നെ ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനത്തെ കുറിച്ച് കേട്ടായിരുന്നു. അതായത് ഒരാള് തന്റെ ശരീരത്തിലേക്ക് ഈ പറയുന്ന ഡ്രഗ് ഇഞ്ചെക്ട് ചെയ്യുന്നു, അയാളുടെ ബ്ലഡ് മറ്റൊരുത്തനെടുത്ത് കുത്തുന്നു, അവന്റെ ബ്ലഡ് വേറൊരുത്തനെടുത്ത് കുത്തുന്നു, അങ്ങനെ കുത്തി സ്പ്രെഡ് ആവുന്നു. ഇതിലൂടെ എല്ലാം ഈ പറയുന്ന HIV പകരാനുള്ള സാധ്യത കൂടുകയാണ്. ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഉൾപ്പെടെ നടത്തിയില്ലെങ്കിൽ HIV എന്ന് പറയുന്നത് നമ്മുടെ യുവതലമുറയെ പെട്ടെന്ന് തന്നെ കാർന്നു തിന്നുകൊണ്ടിരിക്കും. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് നമ്മുടെ കേരളത്തിലെ കണക്കുകളൊന്ന് പരിശോധിച്ചു. കേരളത്തിൽ ഏറ്റവും അധികം HIV ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ജില്ല ഏതാണെന്ന്, അത് നമ്മുടെ യുവാക്കളുടെ ഹരമായിക്കൊണ്ടിരിക്കുന്ന കൊച്ചി ഉൾപ്പെടുന്ന എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും അധികം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിൽ 2022-25 ഒക്ടോബർ വരെ എറണാകുളത്ത് 850 പുതിയ കേസുകൾ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം 555, തൃശ്ശൂർ 518. അതായത് 2-3 സ്ഥാനത്താണ് ഈ പറയുന്ന തിരുവനന്തപുരവും തൃശ്ശൂരും. ഒക്ടോബർ 2025 ഏപ്രിൽ ടു ഒക്ടോബർ വരെ എറണാകുളത്ത് 160 കേസുകൾ. തുടർന്ന് പാലക്കാട് 83, തിരുവനന്തപുരത്ത് 82, തൃശ്ശൂർ 78, കോഴിക്കോട് 78, വയനാടാണ് ഏറ്റവും കുറവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 13 പേർക്ക് ഈ ഒരു അസുഖം ബാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ധാരാളമാണ്. കാരണം ഇന്നത്തെ യുവതലമുറ എന്ന് പറയുന്നത് ബോയ് ബെസ്റ്റി, ഗേൾ ബെസ്റ്റി, അതുകൂടാതെ സിറ്റുവേഷൻഷിപ്പ്, അങ്ങനെയുള്ള പല കാര്യങ്ങളുടെ പിന്നാലെ പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമല്ലാത്ത മാർഗങ്ങളിലൂടെയുള്ള ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതേപോലെ തന്നെ അധ്യാപകരും പറ്റുമെങ്കിൽ നമ്മുടെ കേരളത്തിലും ഈ പറയുന്ന വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചും കോളേജുകൾ കേന്ദ്രീകരിച്ചും ഒക്കെ ഒന്ന് HIV ടെസ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ പറയുന്ന ലൈംഗിക ബന്ധത്തിലൂടെ മാത്രമല്ല ഇത് പോരുന്നത്. നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ ധാരാളം ആളുകൾ ഈ പറയുന്ന ഡ്രഗ്സ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്, സിന്തറ്റിക് ലഹരികൾ ഉപയോഗിക്കുന്നുണ്ട്, അതുകൂടാതെ മറ്റ് പലതരത്തിലുള്ള ലഹരികളും ഉപയോഗിക്കുന്നുണ്ട്. അതിലൂടെയൊക്കെ തന്നെ ഈ പറയുന്ന HIV പോലുള്ള പല അസുഖങ്ങളും ബാധിക്കാം. അതുകൂടാതെ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ സ്വവർഗാനുരാഗം എന്ന് പറയുന്ന ഒരു ടെൻഡൻസിയോട് കുട്ടികൾക്കിടയിൽ നല്ലൊരു താല്പര്യം വർദ്ധിച്ചു വരുന്നതായിട്ടും പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കിടയിൽ ഈ ഒരു
താല്പര്യം പണ്ടത്തെക്കാൾ കൂടുതലായിട്ട് വരുന്നു എന്നും പറയുന്നുണ്ട്. ഈ സ്വർഗാനുരാഗം പോലുള്ള കാര്യങ്ങൾക്കകത്തൂടി ഈ പറയുന്ന HIV പകരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഇപ്പോൾ പഠനങ്ങൾ പറയുന്നത്. അതായത് അവിടെയും സുരക്ഷിതമായിട്ട് ഒരു പങ്കാളി ഉള്ളെങ്കിൽ കുഴപ്പമില്ല. ഇത് സിറ്റുവേഷൻഷിപ്പ് അങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് പലരുമായിട്ടും ഈ റിലേഷൻഷിപ്പും മറ്റു കാര്യങ്ങളൊക്കെ കുട്ടികൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലും ഈ പറയുന്ന സ്റ്റഡീസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അടുത്ത HIV ഹോട്ട്സ്പോട്ടായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു സ്ഥലമായിട്ട് നമ്മുടെ എറണാകുളവും തിരുവനന്തപുരമൊക്കെ മാറാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന കൊച്ചു കുട്ടികളോടുകൂടിയാണ് പറയാനുള്ളത്. പല 10-80 രൂപയൊക്കെ ഉള്ളൂ ഒരു പാക്കറ്റിന്, അത് മേടിക്കുക, എന്നിട്ട് കാര്യം സാധിക്കാൻ പോവുക. അല്ലെങ്കിൽ ഇമാതിരി പണികൾ മേടിച്ച് കൂടും. ഇതിനൊന്നും പ്രോപ്പറായിട്ടുള്ള മെഡിസിൻ ഇല്ല, അത് മനസ്സിലാക്കുക. എന്ന് വെച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോയി പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് എൻ്റെ പള്ളിക്ക് ഒന്നും വെച്ചേക്കില്ല. ഞാൻ പറഞ്ഞത് പ്രായപൂർത്തിയായവരുടെ കാര്യമാണ്, മനസ്സിലായല്ലോ. അപ്പോൾ ശരിയാണ്.